കരുവന്നൂർ കള്ളപ്പണ കേസ് കുറ്റപത്രം രാഷ്ട്രീയ പ്രേരിതം എം.വി. ഗോവിന്ദൻ. കരുവന്നൂർ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച കുറ്റപത്രത്തിനെതിരെ CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ ബോധപൂർവമായ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ED നടത്തുന്നതെന്നാണ് ഗോവിന്ദൻ പറഞ്ഞത്. CPMനെ പ്രതിയാക്കി കളയാം എന്ന ധാരണയോടുകൂടിയാണ് ED മുന്നോട്ട് വന്നിരിക്കുന്നത്. CPMനെ പ്രതിക്കൂട്ടിൽ നിർത്താമെന്നാണ് കരുതുന്നതെങ്കിൽ അത് ജനങ്ങൾ തിരിച്ചറിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേസ് രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്നും എം.വി. ഗോവിന്ദൻ വ്യക്തമാക്കി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ എറണാകുളം പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് പ്രത്യേക കോടതിയിലാണ് ED രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിച്ചത്. CPMനെയും പാർട്ടിയുടെ തൃശൂർ ജില്ലയിലെ 3 മുൻ സെക്രട്ടറിമാരെയും കേസിൽ പ്രതിസ്ഥാനത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. MM വർഗീസ്, AC മൊയ്തീൻ, K രാധാകൃഷ്ണൻ MP എന്നീ മുതിർന്ന നേതാക്കളെയാണ് പ്രതിസ്ഥാനത്ത് ഉൾപ്പെടുത്തിയത്. കോടതിയിൽ സമർപ്പിച്ച അന്തിമ കുറ്റപത്രത്തിൽ പുതുതായി 27 പ്രതികൾ കൂടിയുണ്ട്. ആകെ 83 പ്രതികളാണ് ഇതോടെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലുള്ളത്. 180 കോടി രൂപയുടെ തട്ടിപ്പാണ് കരുവന്നൂരിൽ നടന്നത്. ഇതിൽ 128 കോടി രൂപ ED കണ്ടുകെട്ടി. അതേസമയം കരുവന്നൂരിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നും എന്നാൽ അതിൽ പാർട്ടിക്ക് പങ്കില്ലെന്നും AC മൊയ്തീൻ പറഞ്ഞു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് നേതാക്കളെ പ്രതിയാക്കിയതെന്നും മൊയ്തീൻ വ്യക്തമാക്കി. കുറ്റപത്രം രാഷ്ട്രീയ പ്രേരിതമാണെന്നും പാർട്ടി നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.